ബ്രേക്ക്ഫാസ്റ്റിന് എന്തുണ്ടാക്കുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഞാൻ വിചാരിച്ചു എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നത് നീർദോശയാണ്. അപ്പോൾ ഞാനാണെങ്കിൽ പച്ചരിയൊന്നും വെള്ളത്തിൽ ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ 2 കപ്പ് വറുത്ത അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് 1 കപ്പ് തേങ്ങയും ഇതുപോലെ 2 കപ്പ് വെള്ളം ഒഴിക്കും. പിന്നെ ഞാൻ 1 ടീസ്പൂണോളം പെരിഞ്ചീരകവും 3-4 ചെറിയ ചുവന്നുള്ളിയും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുക്കും. അപ്പോൾ അടിച്ചെടുത്ത ശേഷം ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിൽ തേങ്ങാവെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തേങ്ങാവെള്ളം ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കും. അങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കണ എന്തെന്ന് വെച്ചാൽ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിൽ അത്ര സ്ഥലം ഉണ്ടാകത്തില്ല കേട്ടോ. നമ്മൾ അങ്ങനെ പൾസ് ചെയ്ത് അടിച്ചെടുക്കുമ്പോൾ കറക്റ്റ് പരുവത്തിന് നമുക്ക് അടിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ കണ്ടോ നല്ല കട്ടിക്കാണ് ഇരിക്കുന്നത്. അപ്പം നീർദോശ എന്ന് പറയുമ്പോൾ തന്നെ ഇത്രയും കട്ടി പാടില്ല, വെള്ളം പോലെ വേണം ഇരിക്കാനുള്ളത്. അപ്പോൾ ഞാനിതിൽ വീണ്ടും 2 കപ്പോളം വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കും. അതായത് നല്ല ലൂസ് ബാറ്ററായിട്ടാണ് നീർദോശ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഇന്ന് കറിയായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത് ചെമ്മീൻ റോസ്റ്റാണ്. ഒരു സ്പെഷ്യൽ ചെമ്മീൻ റോസ്റ്റ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിലേക്ക് ചിക്കൻ 65ൻ്റെ മസാലയില്ലേ, ആ മസാലയും കുറച്ച് മുളക് പൊടിയും കുരുമുളക് പൊടിയും മഞ്ഞളും ഇട്ട് മിക്സ് ചെയ്ത് ഒന്ന് മാറ്റി വെക്കും. പിന്നെ ഞാനൊരു ഇരുമ്പ് ചട്ടി എടുത്തിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ട് പൊട്ടിച്ചിട്ട് കുറച്ച് പട്ട ഗ്രാമ്പും കൂടിയിട്ട് പിന്നെ ഞാനിവിടെ ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. സവാള ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലതുപോലെ ഇളക്കിയ ശേഷം ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ഞാൻ നീർദോശ ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് എണ്ണ തടവിയിട്ട് ഇതുപോലെ മാവ് കോരി ഒഴിക്കും. റഫായിട്ടാണ് മാവ് കോരി ഒഴിക്കുന്നത് കേട്ടോ നീർദോശയ്ക്ക്. എന്നിട്ട് ഇത് മൂടി വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ നമ്മളുടെ ഉള്ളിയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് ഇളക്കി കൊടുക്കും. അപ്പോൾ നമ്മളുടെ നീർദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റുവാണ്. അപ്പോൾ രണ്ടും ഒരേ സമയം തന്നെ ഞാൻ ചെയ്തെടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇത്രയും പേരുള്ളത് കൊണ്ട് കുറച്ച് കൂടുതൽ നീർദോശ ഉണ്ടാക്കണം. അപ്പോൾ നമ്മളുടെ മസാലയിലേക്ക് ഞാൻ മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കും. എന്നിട്ട് നമ്മൾ ഈ മസാല പൊട്ടി വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇതിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. ഇത് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു റോസ്റ്റാണ് കേട്ടോ. എന്നിട്ട് ഞാനിത് ഇവിടെ ഇതുപോലെ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ നീർദോശ ഉണ്ടാക്കുന്നതെല്ലാം ഞാൻ ഇതുപോലെ വലിയൊരു പ്ലേറ്റിലാക്കി മാറ്റുവാണ്. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിപ്പോൾ ഇളക്കിയ ശേഷം ഞാനിതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോയാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ശരിക്കും നല്ല ഒരു കുഴമ്പ് പരുവത്തിലിരിക്കും കേട്ടോ. എന്നിട്ട് മൂടി വെക്കാണ്. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ മാക്സിമം നമ്മുടെ കൊഞ്ചിട്ട ശേഷം റെഡിയാക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് മൂടി വെക്കാം. അപ്പോൾ നമ്മളുടെ ചെമ്മീൻ റോസ്റ്റും ചായയും നീർദോശയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. നീർദോശ അല്ല കേട്ടോ, നീർദോശ കോമൺ ആണല്ലോ. അതിന് കറി വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ കയ്യിൽ ഇപ്പോൾ ചെമ്മീൻ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ ഫ്രഷോടുകൂടി തന്നെ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ ഫ്രഷോടുകൂടി നമ്മളത് ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ഇവിടെ തിരുവനന്തപുരത്തൊന്നും അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് മീൻ കഴിക്കണ ഒരു പരിപാടിയൊന്നുമില്ല കേട്ടോ. അത് ഞാനങ്ങനെ നമ്മളന്ന് കോഴിക്കോടൊക്കെ പോയ സമയത്താണ് ഞാൻ അങ്ങനെ ഒരു ഇത് കണ്ടത്. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ രാവിലെ ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിന് മീനൊക്കെ കഴിക്കാൻ. നെയ്മീനും അല്ലെങ്കിൽ ഇതുപോലെ കൊഞ്ച്, അതായത് നമ്മുടെ ഇവിടെ കൊഞ്ചെന്ന് പറയും, ചെമ്മീൻ, ഇതൊക്കെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിള്ളേർ എല്ലാവരും വന്നു കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ആൾക്കാര് പറഞ്ഞ് വെട്ടിക്കളയണം, അത് പൂ വരൂല, അത് ചെടിക്കും നല്ലതല്ല. താഴേന്ന് 3 സെന്റിമീറ്റർ വെച്ചിട്ട് കട്ട് ചെയ്യാൻ പറയും. പക്ഷെ രണ്ടിന്റെ ഇലയുടെ വ്യത്യാസം നോക്കിയ സ്ഥലത്ത് തന്നെ ഒന്നീന്നല്ലേ രണ്ടും? ഒന്നീന്നാണ്. പക്ഷെ ഇത് പുതിയായിട്ട് താഴെ തന്നെ വന്ന ശിഖരം എന്താ അതിന്റെ, അത് റോസയുടെ ഇല പോലെ തന്നെ. ഇതിൻ്റെ അകത്ത് മുള്ളുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കിട്ടിയതാ. അങ്ങനെ 2-3 ശ്രമത്തിന് ശേഷം കട്ട് ചെയ്തിരിക്കുക. നീളൊന്ന് കാണിച്ചേ.
കെട്ടി വെച്ചിരുന്നു. നീളം നോക്ക്. അല്ല അത് നട്ടുപോയി ഇതേ കളിക്കട്ടെ ലയ്യില്ല. അപ്പോൾ ഇപ്രാവശ്യത്തെ മഹിളാരത്നത്തിൽ നമ്മളുണ്ട് കേട്ടോ. അതായത് നമ്മളുടെ ഈ പുതുവർഷം തുടങ്ങുന്ന 2021 ഫസ്റ്റ് ലക്കത്തിൽ തന്നെ നമ്മൾ സ്ഥാനം പിടിച്ചു. ഈ വർഷത്തെ ഇത് ഓൺലൈനും കിട്ടും, ഗൾഫുകാർക്കൊക്കെ അപ്പോൾ വായിക്കാം അല്ലേ? അത് തന്നെ. ചേച്ചി ജസ്റ്റിസ് കമാൽ പാഷയുടെ കുടുംബത്തിൽ ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഉർവശിയുടെ ആ തലേണ മന്ത്രവും, പിന്നെ അങ്ങനെ കുറെ കടിഞ്ഞുൾ കല്യാണം, ആശാ ശരത്, കുറെ നല്ല നല്ല ഇതുണ്ട് കേട്ടോ. പ്രാവശ്യത്തും ന്യൂ ഇയർ എഡിഷനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ വാങ്ങിക്കാത്തവരൊക്കെ ഒന്ന് വാങ്ങിച്ചു നോക്കണേ. ഇന്ന് ഞാൻ സൈറ്റിൽ നിന്ന് നേരത്തെ വന്നു, കാരണം എനിക്ക് വീട്ടിൽ കുറച്ച് തുണി നനയ്ക്കാനും വീട് ഒതുക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്നലെ രാത്രി ഞാൻ ഉണ്ടാക്കിയ സാമ്പാർ ഇരിക്കുന്ന കാരണം ഇപ്പോൾ രാവിലെ ചെമ്മീൻ റോസ്റ്റ് അല്ലായിരുന്നു, അപ്പോൾ അത് രാവിലെ എടുത്തില്ലായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ എടുത്ത് പുറത്തേക്ക് വെക്കുകയാണ്. അപ്പോൾ ഊണ് കഴിക്കാറാകുമ്പോൾ കറക്റ്റായിട്ട് ഇരിക്കും. പിന്നെ ഞാൻ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കി മസാലയൊക്കെ പുരട്ടാൻ പോവുകയാണ്. എനിക്ക് എന്നും അതൊരു ദുശീലമായിരിക്കാം കേട്ടോ, എന്നും ചോറിനൊപ്പം മീൻ ഫ്രൈ ഒരു നിർബന്ധം പോലെയാണ്. എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചോറും, പ്രത്യേകിച്ച് സാമ്പാറും കൂടി ഉണ്ടെങ്കിൽ പറയാൻ വേണ്ട. പിന്നെ ഞാൻ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഈ കുറച്ച് തിരക്ക് കാരണം ഈയിടെ ഈ പറഞ്ഞ മാതിരി അവിയലുണ്ടാക്കിയിട്ട് ഒരുപാട് നാളായി. അപ്പോൾ എനിക്ക് അവിയൽ കഴിക്കണം എന്ന് ഭയങ്കര കൊതിയായി. ഇവരാരും വെജിറ്റബിൾ കഴിക്കാൻ വലിയ താല്പര്യമുള്ളവരല്ല കേട്ടോ, പക്ഷേ ഞാൻ നിർബന്ധിച്ച് കഴിപ്പിക്കും. അപ്പോൾ അവിയലാവുമ്പം എല്ലാ കഷ്ണങ്ങളും അതിലേക്ക് ചേരുമല്ലോ. അപ്പം നിസാർക്കാണെങ്കിൽ അവിയൽ വെക്കുമ്പോഴേക്കും ഇങ്ങനെ ഈ വെന്തിങ്ങനെ കുഴഞ്ഞിരിക്കുന്ന ആ ഒരു രീതിയാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ഇന്ന് ആ ഒരു ടൈപ്പിൽ അവിയലാണ് തയ്യാറാക്കുന്നത്. പക്ഷേ എനിക്കിഷ്ടമുള്ളത് ഏതാണെന്നറിയാമോ? കഷ്ണങ്ങൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന അവിയലാണ് എനിക്കിഷ്ടം. നിസാർക്കാക്ക് അത് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ, വേഗാത്ത വെജിറ്റബിൾ എന്നൊക്കെ പറഞ്ഞു കളയും. അപ്പം ഞാൻ അവിയലിന് വേണ്ടിയിട്ട് ഇതെല്ലാം വെജിറ്റബിൾ എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. സൽമാനാണെങ്കിൽ കുറേ ദിവസം കൊണ്ട് എൻ്റെ അടുത്ത് ബോംബെ ബിരിയാണി ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പം എനിക്ക് പിന്നെ നേരം കിട്ടാത്തതുകൊണ്ടാണ് അത് ഉണ്ടാക്കാത്തത്. അപ്പം ഇന്നിപ്പം ഞാൻ ചോറ് വെച്ച ശേഷമാണ് സൽമാൻ വീണ്ടും അതെൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പം ഞാൻ ഇന്നിപ്പം എന്തായാലും ഇതേ ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇനിയിപ്പം ഞാൻ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഇവരാരും ഇത് കഴിക്കത്തില്ല കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് പച്ചമാങ്ങയാണ് ഇടുന്നത്, പുളി പിഴിഞ്ഞൊഴിക്കോ തൈര് ചേർക്കുകയോ അല്ല ചെയ്യണത് കേട്ടോ ഈ ഒരു അവിയലിന്. അപ്പം ഞാൻ വെജിറ്റബിൾസ് എല്ലാം ഇവിടെ കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിയലിൻ്റെ ഈ കഷ്ണങ്ങൾ ഇതുപോലെ കാണാനായിട്ട്. എന്നിട്ട് ഞാൻ ഇതിലേക്ക് 2-3 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് പാകത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ അത് ഞാൻ വേകാനായിട്ട് ഇതുപോലെ ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. മൂടി വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കുറേ ദിവസത്തിന് ശേഷമാണ് ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് ചോറ് വെക്കുന്നത് കേട്ടോ. കാരണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ഇവരൊക്കെ ചപ്പാത്തിയാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഈ അവിയലും ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇവർക്കെല്ലാം ചോറാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്നിപ്പം ഇവർക്കൊക്കെ ഭയങ്കര ഒരു ദേഷ്യമായിരിക്കും കേട്ടോ ഞാൻ ചോറെടുക്കുന്നത് കൊണ്ട് തന്നെ. അപ്പോൾ ഞാൻ അവിയലിന് വേണ്ടിയിട്ടുള്ള അരപ്പ് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒന്നും റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് പറയാത്തതിൻ്റെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഞാൻ ഇതിനു മുൻപ് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ എപ്പോഴെപ്പോഴും ഞാനത് കുറിച്ച് പറഞ്ഞ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ബോറായിരിക്കും. അപ്പോൾ അരപ്പ് ഇവിടെ റെഡിയായി വന്നപ്പോഴേക്കും ഞാൻ ഈ പകുതി വെന്ത വെജിറ്റബിളിലേക്ക് ഈ അരപ്പിട്ടിട്ട് മൂടി വയ്ക്കും കേട്ടോ. ഈ സമയത്ത് ഞാൻ ഇളക്കി കൊടുക്കത്തില്ല. മൂടി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് നേരം മൂടി വെച്ച ശേഷം പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോഴേ ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കത്തുള്ളൂ. അപ്പോൾ നല്ല ഒരു മണവും നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നിങ്ങൾക്കൊക്കെ അവിയൽ ഇഷ്ടമുള്ള എത്ര പേരുണ്ട്? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അവിയൽ കേട്ടോ, എല്ലാ അവിയലും അല്ല. അപ്പം ഞാൻ അതിനോടൊപ്പം തന്നെ മീനും ഫ്രൈ ചെയ്യാനായിട്ട് വെക്കുകയാണ്. എനിക്കാണെങ്കിൽ ചോറും കറികളും ഒക്കെ ചൂടോടുകൂടി തന്നെ വിളമ്പണം, അത് കുറച്ച് നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ കഴിക്കുന്ന ആ ഒരു സമയം നോക്കിയിട്ട് ഞാൻ എല്ലാം ആ സമയത്തെ തയ്യാറാക്കത്തുള്ളൂ.
അല്ലെങ്കിൽ ഇരുന്ന് ഇങ്ങനെ തണുത്ത് പോയി കഴിഞ്ഞാൽ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഞാൻ ദേ അവിയലിലേക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് മൂടി വെക്കാം. അപ്പോൾ ദേ മൂടി മാറ്റിയിട്ട് ഞാൻ വീണ്ടും ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാണ്. അവിയൽ നല്ല റെഡി ആയിട്ടുണ്ട്. സാമ്പാറും മീൻ പൊരിച്ചതും. ഇത് ഞാൻ മിനിഞ്ഞാന്നിട്ട വ്ളോഗിൽ കാണിച്ച അച്ചാറാണ് കേട്ടോ. ഇത് വേണ്ട കറക്റ്റ് പരുവായിരിക്കുകയാണ്. നാളെ തിരുവനന്തപുരത്ത് രാജകുമാരിയുടെ പുതിയൊരു ജ്വല്ലറി ഓപ്പൺ ചെയ്യാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വന്നതാണ് ഇവരെല്ലാം. അപ്പൊ ഇപ്പൊ നമ്മള് പുറത്തേക്ക് പോവാണ് കേട്ടോ. ഞാനും നിസ്സാറിക്കായി മാത്രമേ ഉള്ളൂ. സമയം 7:30 മണിയാണ്. ഈ സമയം ഞങ്ങൾ ഫ്രീ ആവത്തുള്ളൂ കേട്ടോ. അപ്പോൾ പുറത്ത് പോകണ എന്തെന്ന് വെച്ചാൽ നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. പക്ഷെ കുറേ പേര് കേട്ടോ, കുറേ പേര് എനിക്ക് കമൻസിൽ ഒരു 2-3 ദിവസം മുൻപ് എന്നെ വിഷ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഞാനപ്പോൾ നിസ്സാറിക്കായിട്ട് പറഞ്ഞു ഇവര് ഓർത്ത് വെച്ചിരുന്നോ. പക്ഷേ ഈ കൊറോണ ആയത് കാരണം, കൊറോണയും ഈ ലോക്ക്ഡൗണും ഈ ഒരു സിറ്റുവേഷനിൽ നമുക്ക് വലിയ ആഘോഷങ്ങളൊന്നുമില്ല. അപ്പം നമ്മൾ അങ്ങനെ ആഘോഷിക്കാൻ ഒന്നുമില്ല. അപ്പൊ നിസ്സാറിക്കാക്ക് ഒരേ നിർബന്ധം എന്തെങ്കിലും എനിക്കൊന്നും വേണ്ടേ, എന്തെങ്കിലും എനിക്ക് വാങ്ങിച്ചു തരണമെന്ന്. നിങ്ങളിപ്പോഴും യൂട്യൂബിൽ കാണുന്നത് മാതിരി ഡയമണ്ട് പിന്നെ നെക്ലസ് അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കണ്ട കേട്ടാ. അപ്പൊ ഞാൻ പറഞ്ഞ അത്ര നിർബന്ധമാണെങ്കിൽ എനിക്ക് ഒരു ജോഡി ഡ്രസ്സ് വാങ്ങിച്ചു തന്നാൽ മതി എന്നാണ്. അങ്ങനെ ഇപ്പൊ നമ്മള് അങ്ങനെ അതിനായിട്ട് പോവാണ്. ഇതിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാനായിട്ട് ഇന്ന് അതിന്റെ ഓണറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ചയാണ് അതിന്റെ ഉദ്ഘാടനം. ഇവിടെ നമ്മുടെ വീടിന് അടുത്ത് തന്നെയാണ് കേട്ടോ, MG റോഡിലല്ലേ. എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് എന്തെന്നറിയാവോ, നമ്മളിപ്പോ വെഡിങ് ആനിവേഴ്സറി ആണെന്ന് എഴുതി അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്ന അതിലൊന്നും അല്ല കേട്ടോ കാര്യം. അതിലൊന്നും ഒരു കാര്യവും ഇല്ല. അതൊക്കെ ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. അല്ലാതെ ആ പെർട്ടിക്കുലർ ഡേയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൈമാറുന്നതിനോട് എൻ്റെ പേഴ്സണൽ ഇതിൽ എനിക്ക് യോജിപ്പില്ല കേട്ടോ. കാര്യം എന്തെന്നറിയാമോ അങ്ങനെ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ പ്രത്യേക ദിവസം അല്ലാത്ത സമയത്തും അങ്ങനെ ഇവര് നമുക്ക് വാങ്ങിച്ചു തരുന്നുണ്ടല്ലോ. അതുകൊണ്ട് ആ ഒരു ദിവസത്തിൽ അതിലെനിക്ക് വലിയൊരു വിശ്വാസമൊന്നും ഇല്ല കേട്ടാ. പിന്നെ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളായിരിക്കും. നിസാർക്ക് എന്ത് പറയുന്നു? എനിക്ക് ഭയങ്കര ഇഷ്ടം. അത് ചുമ്മാ പറയണാണ് കേട്ടാ. ഇവരുടെ ന്യൂ ഇയർ കഴിഞ്ഞിട്ടില്ല കേട്ടാ. അപ്പൊ ദേ നമ്മൾ വെസ്റ്റ് സൈഡിൽ എത്തിയിട്ടുണ്ട്. ഞാന് എൻ്റെ ഡ്രസ്സൊക്കെ മിക്കവാറും എടുക്കുന്നത് ഇവിടെ വെസ്റ്റ് സൈഡിൽ നിന്നാണ് കേട്ടോ. മുൻപൊക്കെ ഞാൻ തയ്ക്കുമായിരുന്നു. ഞാൻ തയ്ക്കുന്ന ഡ്രസ്സേ ഞാൻ ഇടത്തുള്ളായിരുന്നു. അതൊരു കാലം ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനെ തയ്ച്ച് ഇടാനുള്ള സമയം ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ റെഡിമെയ്ഡ് എടുക്കുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഉള്ള ഒരു ഇതെന്ന് വെച്ചാൽ എല്ലാം ഒരേ ടൈപ്പായിരിക്കും എല്ലാ ഡ്രസ്സും. ആ കളറിലും ആ ഒരു എന്താ പറയുക ഡിസൈനിലും മാത്രമേ വ്യത്യാസം കാണത്തുള്ളൂ. പാറ്റേൺ എല്ലാം ഒരുപോലെ ആയിരിക്കും. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴേക്ക് ഇവിടെ സെയിൽ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവിടെ നിന്ന് നല്ല കളക്ഷൻസ് ഒന്നും കിട്ടിയില്ല. അപ്പം ഞാൻ പറഞ്ഞു എങ്കിൽ പിന്നെ മാക്സിൽ പോയി നോക്കാം പറഞ്ഞിരിക്കുകയാണ്. ഇത് വെസ്റ്റ് സൈഡ് അല്ലെങ്കിൽ മാക്സ്, ഇത് 2 സ്ഥലമാണ് ഞാൻ ഡ്രസ്സ് എടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഇപ്പം ഞങ്ങൾ മാത്സിലോട്ട് പോകാൻ പോവുകയാണ്. മുൻപൊക്കെ ആണെങ്കിൽ എനിക്ക് തയ്ക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ ഈ മെറ്റീരിയൽ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം തന്നെ ഞാനൊരു 2 ജോഡിയൊക്കെ ഇങ്ങനെ തയ്ച്ചിട്ടിട്ടുണ്ട്. കാരണം ഉറങ്ങത്തൊന്നുമില്ല കേട്ടോ. ഞാൻ ഫുൾ ടൈം പിന്നെ സ്റ്റിച്ചിങ്ങിൻ്റെ പുറകെ ആയിരിക്കും. പക്ഷേ ഇപ്പോൾ കുറേ നാളായിട്ട് അങ്ങനെ തയ്യലൊന്നുമില്ല. അപ്പം അന്നൊക്കെ എനിക്ക് ഞാൻ തയ്ച്ചിടുന്നത് മാത്രമേ എനിക്ക് ഒരു കംഫർട്ടായിട്ട് തോന്നാറുള്ളൂ. പിന്നെ ഞാൻ ഇതുപോലെ റെഡിമെയ്ഡൊക്കെ വാങ്ങിച്ചിട്ടപ്പം ഓക്കെ കൊള്ളാം അങ്ങനെ തോന്നിയപ്പോഴാണ് പിന്നെ ഈ തയ്യലും അങ്ങ് മടിയായി മാറിയത്. അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഡ്രസ്സ് ഇവിടെ ഒന്നും കിട്ടിയില്ല കേട്ടോ. മാക്സിലും ഇത് തന്നെയായിരുന്നു അവസ്ഥ. പിന്നെ നിസാറിക്കും ഇവിടെ മക്കൾക്കും ഉള്ള ടീഷർട്ടും ജീൻസും ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ദേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇനി അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗും ആയിട്ടൊക്കെ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.